നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ നമ്മുടെ ചാനലിന്റെ വക. അപ്പൊ ഇന്നത്തെ റിവ്യൂ തുടങ്ങിയാണ്. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഒന്നൊന്നര എപ്പിസോഡാണ് എന്നൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ കഴിയുന്നില്ല. എന്താണെന്നറിയില്ലായിരുന്നു. ഈ വർഷത്തെ ബിഗ് ബോസ് എന്താ ഒരു സ്ട്രോങ് ആകുന്നില്ല അല്ലേ? പക്ഷെ ഇന്ന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അല്ല, അനീഷും അനുമോളും ഉണ്ടല്ലോ. അതെ, അനീഷും അനുമോളും വാദം തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കണ്ടന്റിന് ക്ഷാമം ഉണ്ടാവില്ല എന്നുള്ള ഒരു അവസ്ഥ തന്നെയാണ്. അത് മാത്രമല്ല, ഇന്ന് അവര് വായടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ഡ്രസ്സിന്റെ പ്രശ്നമുണ്ട് അല്ലെ? പിന്നെ ആര്യനും ലക്ഷ്മിയും തമ്മിലുള്ള പ്രശ്നം. അതെ അതെ. അതിന് മുമ്പേ തന്നെ നമ്മളെ പിന്നെ അനുമോളെ മറ്റേ ഫാൻ സോണില് പിന്നെ ഓണത്തിന് വേണ്ടിയിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പ്രേക്ഷകർ സെലക്ട് ചെയ്തത് അനുമോളെയാണെന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഒന്ന് ശ്രദ്ധിച്ച. ബാക്കിയുള്ളവരെന്നല്ല, അതിന്റെ അകത്ത് മറ്റേ ശൈത്യം മറ്റേ ആ ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടർ ചേച്ചി, ആ ഡോക്ടർ ചേച്ചി അങ്ങ് ഇല്ലാതായി പോയായിരുന്നു. അവരെ മുഖഭാവം കണ്ടപ്പോഴേ ഇങ്ങനൊരു മുഖം കാണിച്ചിട്ട് അങ്ങ് ഒരു പോക്ക് പോയിന്. കാരണം നന്ദിയൊന്നും ആർക്കും വേണ്ടേ എന്റെ പൊന്നു മക്കളെ, നിങ്ങളൊന്നും ആർക്കും വേണ്ട അവിടുന്ന്. മനസ്സിലായി? നിങ്ങളൊക്കെ അവിടെ ബിഗ് ബോസ് ആയിട്ട് നിർത്തുന്നതാണ്. ഇവിടെ ഒരു ജനങ്ങളും നിങ്ങളൊന്നും നിർത്തുന്നില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ആരും ഒട്ടും പ്രതീക്ഷിച്ചില്ലാന്ന് തോന്നുന്നു. ഓപ്ഷൻസിൽ എന്താ ഒനിയലും ജിസയിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്താ പറയാ, ആൾക്കാർക്ക് അനുമോളെ മതി എന്നുള്ള, അനുമോളെ ഒരു കണക്കിന് കിച്ചണിൽ ഇവര് മാറ്റി നിർത്തിയിരിക്കുമല്ലേ. അപ്പൊ ആ ഒരു നിലക്ക് പ്രേക്ഷകർ തന്നെ പറയുകയാണെന്ന് ഈ ഒരു സാധനം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് അനുമോളെ സംബന്ധിച്ച ഒരു വലിയ ക്രെഡിറ്റ് തന്നെയല്ലേ. അത് മാത്രമല്ല, ഇന്ന് അനുമോൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സപ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കുകയെന്ന്. അത് നീ നോക്കിയില്ല? അതെ അതെ, സപ്പോർട്ട് കൂടുന്നുണ്ട്. അതുപോലെ അനുമോള ഈ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി വന്ന ടീമിൽ ഇപ്പൊ നേരെ പ്ലേറ്റ് തിരിച്ചു വെച്ചായിരുന്നു. കാരണം കേൾക്കുന്നില്ല, എന്ത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അനുമോള നല്ലോണം അങ്ങ് പറഞ്ഞ് അല്ല, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പം കണ്ടന്റ് ഉണ്ടാക്കുന്നത് അനുമോൾ തന്നെയാണ്. അത്രേ ഉള്ളൂ, വേറെ ആരുമില്ല. അനീഷ് ആദ്യത്തെ ഒരാഴ്ചയൊക്കെ നമ്മള് ശബ്ദം, ഇന്ന് പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ചായിട്ട് ആളെന്തോ സൈലന്റ് ആയി പോയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം കൂടി ഞാൻ ഇങ്ങോട്ട് പറയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പേദാലക്ഷ്മി കാശുതിയായിട്ട് വന്നു, പക്ഷേങ്കിൽ ചീറ്റിപ്പോയായിരുന്നു. ലക്ഷ്മി ആദ്യം ഒരു ദിവസം വന്നിട്ട് ആ കിച്ചണിലും കയറി നട്ടിട്ട് അവിടുത്തെ ഈ കിച്ചണിലെടുത്ത് തിരിച്ചു നോക്കുന്ന. പിന്നെ നോക്കുമ്പോ മനസ്സിലാക്കുന്നത്, അതായത് ഇന്ന് നമ്മളൊരു ഫോട്ടോ കണ്ടപ്പോഴേ, അതായത് എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് അവര് പറയുന്ന പോലെ അവര് കളിക്കുന്നായിരുന്നേ. മനസ്സിലായ? അപ്പൊ ഒന്നും കളിക്കാൻ കഴിയുന്നില്ല. ഞാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്തോ നടക്കും എന്നുള്ളതാണ്. ആരെങ്കിലും അനുകരിക്കാൻ നോക്കിയിട്ടെങ്കിൽ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കും. ഇപ്പോഴും അതാണ് നോക്കേണ്ടത്. പക്ഷെ എന്താ പറയാ, അനുമോളുടെ ഗെയിം എന്താ പറയാ, കുറെ നമ്മൾ കണ്ടുമടുത്ത ഒരു ഗെയിം തന്നെയാണല്ലേ. പക്ഷെ എന്താ പറയാ, എന്നിട്ടും അതിന് ഒരാൾക്ക് അത് എന്താ പറയാ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിനെ എതിർത്ത് നിൽക്കാൻ വേണ്ടിട്ട് ആർക്കും പറ്റുന്നില്ല എന്നുള്ളൊരു ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷാനവാസിന്റെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഷാനവാസിനൊന്നും ജനങ്ങളോട് സംസാരിക്കാൻ അറിയില്ല. അതായത് ഇന്ന് അപ്പാനി പുറത്തു പോയാൽ പിന്നെയും കൂടെ കുറച്ചും കൂടെ അക്ബർ കളിക്കുന്നു. പക്ഷെ വേറെ കണ്ട് ഇവര് വായിന്ന് വരുന്ന ഭാഷയുണ്ടല്ലോ, അത് വളരെ മോശമെന്നാണ്. ഗുണ്ടായിസാന്ന് കുറച്ചൊക്കെ അല്ലെ. അക്ബർ ഗുണ്ടായിസാന്ന് മാത്രമല്ല, മറ്റേ ഇവൻ കണ്ടില്ലേ ഇന്ന് വെറുതെ അനാവശ്യമായിട്ട് നിന്റെ അച്ഛനെ വീട് പോയാൽ അതൊക്കെ വളരെ മോശമല്ലേ. കാരണം ഇപ്പൊ അവരെ അത് മാത്രമല്ല, വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയും ഇത് കേൾക്കല്ലേ. വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. അപ്പൊ നിന്റെ അച്ഛനോട് പോയിട്ട് പറയാന്ന് പറയുമ്പോ അത് എത്രമാത്രം വിഷമമുണ്ടോ. നമ്മളിൽ എന്ത് ശത്രുക്കളായാലും അച്ഛനും അമ്മയൊക്കെ പറയുന്നത്, വീട്ടിലുള്ളവരെ പറയുന്നത് വളരെ മോശം തന്നെയാണ്. ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അത് ബിഗ് ബോസ് എന്റെ അഭിപ്രായത്തിൽ അയാൾക്ക് വാണിംഗ് ചെയ്തിട്ടുണ്ടോ കാര്യമില്ല. അയാൾ എന്തെങ്കിലും ചെയ്യാനാണോ, നിനക്ക് പിടിച്ച് പുറത്താക്കണമായിരുന്നു. അല്ലാതെ ഇമാതിരി കൂതറകളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് വെച്ചിട്ട് ആൾക്കാർക്ക് ഇത് കാണണ്ടായിരുന്നു. പിന്നെ അതിൽ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ള, ഈ ആദിലയും നൂറയും വന്നിട്ട് അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നത്, അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നത്, അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ആദിലയും നൂറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, സ്വന്തം മനസാക്ഷിയോട് പോലും ദയ്യില്ലാത്ത ടീമുകളാണ്. ഉള്ള കാര്യം പറയാ. കാരണം ഇന്നലെ ഇപ്പോഴും നൂറ പറയുന്ന കഥയുണ്ട്. ആ കഥയിൽ പറയുന്ന ഒരു കാര്യം, എൻ്റെ അച്ഛന് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നോ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആ മനുഷ്യനെ പറ്റിച്ചിട്ട് പോകാൻ പറ്റുമോ? അത് നീ ഒന്ന് പറ. ആ മനുഷ്യനെ ഇങ്ങനെ വേദനിപ്പിക്കാൻ നിൽക്കുമോ? അപ്പൊ അവരുടെ രണ്ടു പേരുടെയും മനസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കല്ല് എന്നൊക്കെ പറയില്ല. അത് ആരോടും ദയ്യോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല, ഒരിതുമില്ല. അതാണ് നീ ആലോചിച്ചു. അവരുടെ മുഖഭാവവും കാര്യങ്ങളെല്ലാം കാണുന്നില്ലേ? ഒരാളോട് പോലെ അവർക്കൊരു അനുകമ്പയോ ഒന്നുമില്ല. പ്രേക്ഷകരൊക്കെ അവരെ മുന്നിൽ അവര് വിചാരിക്കുക വെറും പുല്ലന്മാരായിട്ടാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതെ, എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എന്താ പറയാ, വൈൽഡ് കാർഡ്സ് വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി അനീഷിനും അനുമോൾക്കും പുറത്ത് പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് ഇനിയിപ്പോ ഇവർക്കെതിരെ കളിച്ച് നോക്കാന്നുള്ള ഒരു നിലയിലേക്ക് എത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ ഇതുവരെ എനിക്ക് ആദിലി നൂറയും അനീഷിന്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന ആടിയിട്ടുണ്ടോ? ഇപ്പോഴും അനീഷ് ഇരിക്കാൻ പോകുമ്പോ സീറ്റിൽ കയറി ഇരിക്കുക മനഃപൂർവ്വം ജനങ്ങളെ വെറുപ്പിക്കുക. അതായത് ഒന്നാമത് ഇവറ്റകൾക്ക് ഒരാളും വോട്ട് ചെയ്യത്തില്ല. ഒന്നാമത്തെ പ്രശ്നമാണെന്ന്.
കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് PR പണിയെടുക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട്. അയ്യോ എൻ്റെ മോളെ എൻ്റെ മോളെ എൻ്റെ മോളെ എന്നല്ല പറയും. ഞാൻ ഇന്ന് നോക്കുമ്പോഴേ ഈ അക്കൗണ്ട് ഒക്കെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പാണ് നടന്നത്. അപ്പൊ ഇവര് തന്നെ ഇങ്ങനെ എന്താ പറയേണ്ടത്, ഒരുപാട് PR വെച്ചിട്ട് പണിയെടുക്കലാണ്. അല്ലാതെ ഇവരൊന്നും ആരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു കമന്റ് പോലും ആരും ചെയ്യുന്നില്ല. അത്രമാത്രം തേഞ്ഞൊട്ടിയ ഒരു ടീമാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ഇവർ, അതായത് അനീഷിനെ അത്രമാത്രം ടോർച്ചർ ചെയ്യുക, ആ ഒരൊറ്റ കാര്യത്തിൽ തന്നെ വെറുത്തു പോകുന്ന ഒരു ടീം തന്നെയാണ് ഇവർ രണ്ടുപേരുമാണ്. നമ്മളിങ്ങനെ ഒരാളെ എല്ലാരും കൂടി കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നതാണെന്ന് നമുക്ക് തന്നെ ഒരു എന്താ പറയാ വെറുപ്പ് തോന്നിപ്പോകും. വെറുപ്പ് തോന്നില്ല. അത് പൊതുവേ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥിയാണ് അനീഷ്. അപ്പൊ അയാൾ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോഴേ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പ് തോന്നിപ്പോകും എന്നാണ്. സ്വന്തമായിട്ടൊന്നും ഇല്ല. ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇപ്പം ആ ഒരു ലക്ഷ്മി ആര്യൻ ഇഷ്യൂ എന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് അവര് സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും അത് ഏറ്റുപിടിച്ചിട്ട് അല്ലെ, അക്ബർ ആയാലും അപ്പാനായാലും, അക്ബർ എവിടെ സംസാരിക്കുന്നുണ്ടോ അവിടെ അപ്പാനി വന്ന് സംസാരിക്കും. അത് നീ ശ്രദ്ധിച്ചു പിന്നെ വന്ന് സംസാരിക്കും. അല്ല, നീ ഇവർക്കൊന്നും പറയാനില്ല. അതെ അതെ, വേറൊരു കാര്യം ശ്രദ്ധിച്ചില്ല. അതായത് ഇവര് രണ്ടും പിരിഞ്ഞതിൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദില പൊട്ടി തകർന്നുപോയി എന്നുള്ളതാണ്. അത് നീ ശ്രദ്ധിച്ചില്ല. അതിന് മുന്നേ എന്ന് പറഞ്ഞാൽ 100 വായ തുറന്നിട്ടില്ല. പക്ഷെ ഇവര് രണ്ടുപേരും പിരിഞ്ഞപ്പോഴും ശരിക്കും ആദിലക്ക് വാ തുറക്കാനല്ല, അവൾ പൊട്ടി തകർന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഒന്നുമില്ല, ഒരു ഗെയിമും ഇല്ലായിരുന്നു. പിന്നെയും കുറച്ചൊക്കെ കൊണ്ടുപോകുന്നത് 100 മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നതാണ്. അതിലെ വെച്ച് നോക്കുമ്പോൾ ആദില വെറും ബേസ്റ്റാണ്. എന്റെ അഭിപ്രായം പെട്ടെന്ന് തന്നെ ആദിലിനെ പിടിച്ച് പുറത്താക്കണം. അതിലേക്ക് ഇപ്പൊ വന്നിട്ട് അയ്യോ ഞാനിനി എന്താ ഗെയിം കളിക്കണ്ടേ, എന്ത് കണ്ടന്റാ കൊടുക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ. അനുമോളെ കൂടെ നിന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാന്ന്, ഇവളുടെ പാലിൽ നിന്ന് ഇനി എന്നെ വിളിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അവള് പറയുന്നിട്ടില്ല, ഇനി അടുത്ത കട്ടപ്പാന്ന് എന്നെ പറയുമോന്ന് എനിക്ക് പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് ശൈത്യ നല്ല രീതിയിൽ പെട്ടുപോയിട്ടുണ്ട്. ശൈത്യ ശരിക്കും പറഞ്ഞെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് കൂടുതൽ നെഗറ്റീവ് ആവുകയേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് പുറത്തു വന്നു. അതെ, ഇപ്പൊ തന്നെ നമ്മളെല്ലാം എന്താ പറയാ വെറുത്തു തുടങ്ങിപ്പോയി. അതെ അതെ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ പിന്നെ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പല്ലടിച്ചു ഒഴിക്കും എന്താ അഭിനയ നാടകം അല്ല സീരിയൽ ഡ്രാമ വേണ്ട. എന്തിനാ ഒരാളുടെ പ്രൊഫഷൻ. പക്ഷെ വേറെ കാര്യമുണ്ട്, സീരിയൽ ഡ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതായത് അതിന്റെ അടുക്ക് അനീഷിക്കാറ്റ് എന്തോന്ന് പറഞ്ഞു എന്നിട്ട് ഇവര് എന്തൊക്കെ കുഴപ്പമുണ്ടാക്കി. അപ്പൊ ശൈത്യ ഇത് പറയുമ്പോഴാ, ശൈത്യ ഇത് പറഞ്ഞപ്പോഴൊരു കുഴപ്പമില്ല. അതാണ് അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം അനീഷിനെതിരെ അനീഷ് എന്തോ പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമാണ് അവിടെ. അതുപോലെ അനുമോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാണ്. മറ്റുള്ളവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങളാളല്ലേ എന്നുള്ളത്. ഗ്യാങ് വാറുണ്ട്. വേറൊരു വിറ്ററ ഇന്ന് ഞാൻ ഒരു രഹസ്യം അറിഞ്ഞ്. അതായത് മറ്റേ ആര്യൻ എന്ന് പറയുന്നത് കഴിഞ്ഞ് ബിഗ് ബോസിനായിട്ട് മത്സരിച്ച് ശോഭയില്ലേ, ശോഭന്റെ ആരോ റിലേഷൻ ആ ബന്ധു ആ പരിചയക്കാരൻ എന്തോ ആന്നേ. അതെ, പക്ഷെ ഓന് വേണ്ടിട്ട് കുറച്ച് PR ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൽ വേറെ സംശയമൊന്നും ഇല്ല. PR ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവനവൻ ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പ്രേക്ഷകർക്ക് ഒരു ഇഷ്ടം ഉണ്ടാവുള്ളൂ. ഈ വെറുപ്പിക്കലിന്റെ അങ്ങേയറ്റാണ് ആര്യൻ എന്ന് പറയുന്ന കേട്ടിട്ടില്ല. അനുമോളുടെ എക്സ് അഫയറിനെ പറ്റിയൊക്കെ ആ കഥ അവൻ തന്നെ ഉണ്ടാക്കിയതാ. ലാസ്റ്റ് അവന് സമ്മതിക്കേണ്ടി വന്നു, ഞാൻ തന്നെ ഇത് ഇവിടെ കൊണ്ടുവന്നു. ചെറുക്കനെ അതായത് ഒന്നാമത്തെ കാര്യം തന്നെ ചെറുക്കനെ എന്ന് പറഞ്ഞാൽ 5 പൈസ നമ്മുടെ നാട്ടിലെ കിലിങ്ങനെ ടീം ഉണ്ടായിരുന്നേ എന്ന് വെച്ചാൽ ഭയങ്കര ഗ്ലാമറും ഭയങ്കര പവറും ഇതെല്ലാം ആയിരിക്കും. എന്നാലോ വാ തുറന്നു കഴിഞ്ഞാൽ പൊട്ടത്തരല്ലാതെ വിളിച്ചു പറയില്ല. ഇങ്ങനെയുള്ള ചില ആൾക്കാർ അമുൽ ബേബി തന്നെയാണ്. കാരണം ലോകത്തിനെ പറ്റി ഒന്നും അറിയില്ല. ആ ചങ്ങായിക്ക് ലോകത്തിനെ പറ്റി ഒന്നും അറിയില്ല. ആകെ അറിയുന്ന തോന്നി രൺബീർ കപൂറിനെ മാത്രമാണ്. അത് കുന്നംകുലം എഴുതുവാന്ന് പറഞ്ഞത്. വേറെ ഒന്നും അറിയില്ല. നീ ശ്രദ്ധിച്ചിട്ടുണ്ടാ? എന്തെങ്കിലും ഒരു പരിചയം വേണ്ടേ? അവന് എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അവൻ എന്താ പറയാ അതിനെപ്പറ്റി പിന്നെ കൂടുതൽ ഇതാക്കി അത് പ്രശ്നം വഷളാക്കിക്കോളും. ഇന്ന് തന്നെ ആ ഒരു ഇഷ്യൂ കണ്ടില്ലേ, അവള് വേണ്ടിട്ട് തന്നെ ആ പ്രശ്നം ക്രിയേറ്റ് ചെയ്തതാണെന്ന് തന്നെയാ തോന്നുന്നത്. ലക്ഷ്മി അവന്റെ വൈറ്റ് ഷർട്ടെല്ലാം ആരെങ്കിലും എടുത്തിട്ട് തറയിലിടോ, അത് കാണിച്ചത് മോശമായി പോയി. അപ്പൊ അത് ഇവനത് ഏറ്റുപിടിച്ച് വലിയൊരു ഇഷ്യൂ ആക്കി അവളുടെ ഡ്രസ്സ് എടുത്തിട്ട് പുറത്തേക്ക് ഇട്ട്. അതാ ഞാൻ പറയുന്നത്. ആവശ്യം എന്തായിരുന്നു? അല്ല, അതാ ഞാൻ പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ അനീഷിനോട് സംസാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആരും അവിടെ ഇല്ല. അതാണ് ഏറ്റവും വലിയത്. കാരണം എല്ലാവരും MBB മറ്റേ എന്നാന്ന് LLB ഇതെല്ലാം പഠിച്ചാണെങ്കിലോ അവർക്കൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് ആകെയുള്ള ബന്ധം തന്നെ TV ഷോയിലും മറ്റേ ഇതിലോ വന്നിട്ട് ഈ സീരിയൽ ബന്ധമില്ലേ, അത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. നമ്മുടെ മറ്റേ പണിപ്പുര ടാസ്കിനെ പറ്റി പറയുന്നത്തെ പണിപ്പുര ടാസ്ക് അത് വന്നിട്ട് നെവിൻ എന്താ പറയണ്ടേ ഇവരെ സപ്പോർട്ട് ചെയ്തതുപോലെ തോന്നുന്നുണ്ടോ? ഞാൻ പണിപ്പുര ടാസ്ക് കാണാറില്ല. കാരണം ഇത്രയും ബോറടിക്കുന്ന ഒരു സംഭവം ലോകത്തൊന്നുമില്ല. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ഞാൻ ആ സാധനം കാണില്ല. ആ സാധനം കാണുമ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകാം. നീ കാണുന്നില്ലായിരുന്നു. അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് എന്നോട് ചോദിക്കുകയേ വേണ്ട. പക്ഷെ നെവിൻ ഇന്ന് വന്നിട്ട് ഒരു ഇരട്ടത്താപ്പില്ലാണ്ട് നിന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ പറയാ, അനുമോളുടെ അടുത്തേക്ക് ഒരു ചായ്വ് വന്നിട്ടുണ്ടോ, അവൻ ഈ ടീം നല്ല മാറിയിട്ട് അനുമോളുടെ പുറകെ പോകാൻ തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ അവിടെയുള്ള എല്ലാവരും അനുമോളുടെ പുറകെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മസ്താനി മാറിയപ്പോൾ തന്നെ അവർക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ട്.
ഇവിടെ ആരാണ് പോസിറ്റീവ്. അതുപോലെ തന്നെ അനീഷ് നല്ല പോസിറ്റീവ് ആണെന്ന് ഇപ്പം ചില ആൾക്കാർക്കൊക്കെ ഏകദേശം മനസ്സിലായി വരുന്നുണ്ട്. അതായത് ജിഷിൻ്റെ വായിന്ന് തന്നെ ചില സമയത്തൊക്കെ വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കുറേ ആൾക്കാർ അനീഷിന്റെ പുറകിലേയും പോകും. അതുകൊണ്ടാണ് ഷാനവാസ് ഇന്ന് ചിരിച്ചുകൊണ്ട് ആ ഗെയിം കളിച്ചത് എന്നുള്ളതാണ്. കഴുത എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ ചിരിച്ചുകൊണ്ട്, അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് മനസ്സിലായി ഒരു ഫണ്ണാക്കേണ്ട ഗെയിം തന്നെയാണ്. ഒരു തേങ്ങാക്കൊല്ലല്ലേ ഇവന്മാർക്ക് ഒരു ഫണ്ണും ആക്കാൻ കഴിയില്ല. ഇവന്മാരെന്ന് പറഞ്ഞാൽ മനസ്സിൽ ഇങ്ങനെ വ്യക്തി വൈരാഗ്യം വെച്ച് സൂക്ഷിക്കുന്നതെന്ന് വൈരാഗ്യത്തോട് കൂടിയിട്ടാണ്. ഇതൊരു ഗെയിമല്ലേ? ഗെയിമൊന്നല്ല, ഗെയിമാന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നോട്. ഇപ്പൊ ഞാൻ അതല്ലേ പറഞ്ഞത്, ആദില നൂറ മാറ് അങ്ങനെ പ്രശ്നം ആക്കുന്നത് എന്തിനാ അറിയാ, എങ്ങനെയെങ്കിലും ഇവനെ ഇതാക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ അവറ്റകൾ വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് ഭയങ്കര സംഭവമാണ് വെളിയിൽ, അങ്ങനെ അവര് വിചാരിക്കുന്നത്. പക്ഷേങ്കിൽ അവര് നെഗറ്റീവ് ആണെന്നുള്ള കാര്യം അവരറിയുന്നില്ലല്ലോ. അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ മറ്റേ എന്താ ക്യാപ് ടാസ്ക് ഇന്ന് വന്നിട്ട് അത് ബോളിംഗ് ആക്കിയത്, ബാലൻസ് ചെയ്യുന്ന ബോൾ ബാലൻസ് ചെയ്യുന്ന ഗെയിം ആക്കിയല്ലോ. അത് കുറച്ചുകൂടെ നന്നായി എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഫിസിക്കലായിട്ട് ബിഗ് ബോസ് തന്നെ മടുത്തു പോയി എന്നാ തോന്നുന്നത്. നന്നായിട്ടൊന്നുമില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ വെറും കോമാളി കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിഗ് ബോസിന്റെ ഫിസിക്കലി ഒരാളെ പിടിച്ച് ഇന്തും തള്ളും പൊളിക്കലും എന്തൊക്കെയായിരുന്നു അവിടെ ഇന്നലത്തെ ടാസ്കിൽ. അത് ശരിയാ. പക്ഷെ എന്റെ അഭിപ്രായത്തിന് ഈ പഴയ ടാസ്കിനെ കൊണ്ടുവരുന്ന ഏറ്റവും നല്ലത് എന്നറിയുക. പിന്നെ ഒളിപ്പിക്കലും കുറെ CID ഇതെല്ലാം ഉള്ളത് കൊണ്ടുവരുന്ന ഏറ്റവും നല്ലത്. അതായത് എവിടെയെങ്കിലും സാധനം ഒളിപ്പിക്കലും പിന്നെ അതെല്ലാം ഏറ്റവും നല്ലത്. ഈ കഴിഞ്ഞ വർഷം മുതലാണ് ഇത് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊളായി പോയതെന്ന് ഞാൻ പറയുള്ളൂ. ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം കളിക്കേണ്ടത് എന്താണെന്നുള്ള ഒരു ഐഡിയ ഇല്ല. പോരാത്തിന് ഇവര് ഭയങ്കരമായിട്ട് വ്യക്തി വൈരാഗ്യം തീർക്കുന്നത് അല്ലേ? ഒരു ഗെയിമിന് ആ ഒരു ഗെയിം സ്പിരിറ്റിൽ എടുക്കാണ്ട് ഒരു ഗ്രൂപ്പായി മാറിയിട്ടുള്ള അറ്റാക്ക് വേറെ എന്തോ ഒരു സുഖം തോന്നുന്നില്ല. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നിധി കണ്ടെത്തല്, നിധി എടുക്കല്, ഇത് ഒളിപ്പിച്ചു വെക്കല്, ഇത് ഓരോരോ ആൾക്കാർ കുളിക്കുമ്പം വരെ കൂടെ കൊണ്ട് നടക്കല്, ഉറങ്ങുമ്പോ തലക്ക് വെക്കല്, ഇതൊക്കെ ആകുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു കാണാൻ. പക്ഷെ ഇപ്പോഴും സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വന്നാ ടാസ്ക് വന്നാ വന്ന് വായിച്ച ഒരാള് നേരം വിളിക്കണം ടാസ്ക്, മോർണിംഗ് ആക്ടിവിറ്റി എന്നാലും വരാനൊന്നുമില്ല. ബിഗ് ബോസ് ശ്രദ്ധിക്കുക എന്ന് 10,000 വട്ടം പറഞ്ഞാലും ഒരു ഇതുമില്ല. ഞാൻ പറഞ്ഞില്ലേ ഗെയിമിനോട് ഇൻട്രസ്റ്റ് ഇല്ല, ടാസ്കിനോട് ഇൻട്രസ്റ്റ് ഇല്ല. എന്തിനാ ഇവരവിടെ വന്ന് നിൽക്കുന്നത്? അല്ല, എല്ലാവരുടെയും ചിന്ത എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം പോകണം എന്നാണ്. അല്ലാതെ വേറെ ഒന്നുമില്ല. അല്ലാതെ ഒന്നുമില്ല. ഇപ്പൊ രേണു സുധിയാണ് എനിക്ക് പോണം, എന്തിനാ നിർത്തിക്കുന്നേ? അങ്ങ് പറഞ്ഞു വിട്ടിട്ട് വേറെ 100 ദിവസം നിന്നിട്ട് പോയാൽ മതി. അതാണ്. അല്ല, എന്നാലും എന്തിനാ നിൽക്കുന്നതാണ്? ഒരു എന്തെങ്കിലും ഒരു ചാൻസ് അല്ല. ബിഗ് ബോസ് തന്നെ മടുത്തായിരുന്നു, മനസ്സിലായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റൂലെന്ന്. ഇവര് മനഃപൂർവ്വം മാറിയിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പൊ മറ്റേ നമ്മളെ സരിക കലാഭവനീനർക്കും അതിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞതും കാണിച്ചതൊന്നും ബിഗ് ബോസ് കാണിച്ചിട്ടില്ല എന്നുള്ളൊരു ആരോപണം വന്നിട്ടുണ്ട്. അത് എവിടെന്നാ കാണിച്ചത് എങ്ങനെ കട്ട് ചെയ്തെന്നാ അമ്മ അതല്ലേ പറയുന്നു, ഒന്നും പറഞ്ഞില്ല. അതുപോലെ നമ്മളെ ഷാരിക അല്ലെങ്കിൽ തന്നെ അവിടെ കണ്ടന്റ് ഇല്ല. അതുകൊണ്ട് അവര് അവിടെ ആരെങ്കിലും വായി തോർന്നിട്ട് ഉറപ്പായിട്ട് കാണിക്കുന്ന എനിക്ക് ഉറപ്പാണ്. അതുപോലെ അല്ല, ഷാരികക്ക് ഇപ്പോഴാണ് ഗെയിം മനസ്സിലായത്. ഇപ്പോഴും ഷാരികക്ക് ഉള്ളിലേക്ക് കയറണമെന്നുണ്ട്. കാരണം ഇപ്പോഴും ഗെയിം മനസ്സിലായിരുന്നു. പക്ഷെ ശാരിക നല്ലൊരു സമയത്ത് പോയത് നന്നായി. പക്ഷെ വേറെ കാര്യം, ഈ ശാരികക്ക് ഏറ്റവും നല്ല വൈൽഡ് കാർഡായിരുന്നു. കാരണം കാര്യങ്ങളൊന്നും എന്നാലും അവിടെ ഒന്ന് കരയ്ക്ക് മറിച്ചേനെയായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ജിഷിനും ലക്ഷ്മിയും കുഴപ്പമൊന്നുമില്ല അല്ലെ? ലക്ഷ്മിയും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരാ ഒരു എന്താ പറയേണ്ടത്, കൃത്യമായിട്ട് വേറൊന്നും പറയാനൊന്നും കിട്ടുന്നില്ല അവർക്ക്. ഈ ശബ്ദം ഉണ്ടാക്കലും ഒച്ചപ്പാടുണ്ടാക്കലും ഇങ്ങനെയുള്ള ചീപ്പ് ഗെയിം അല്ലാതെ വേറെ ഒന്നും പറയാൻ കിട്ടുന്നില്ല. പക്ഷെ അവര് ശ്രദ്ധിച്ചില്ല, അവർ അനീഷിനോട് അങ്ങനെ അങ്ങ് കയറുന്നില്ല. അതെന്തുകൊണ്ടാ വെച്ചാൽ അവർക്ക് ചെറുങ്ങനെ അറിയാലോ അനീഷിന് ഇവിടെ കുറച്ച് ഗ്യാങ് ഉണ്ട് എന്ന് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ അങ്ങ് കയറാത്തത്. അത് മനസ്സിലാക്കിയില്ല. അല്ല, ഇവരുടെ ഒരു കൂട്ടാക്രമണത്തിൽ അനീഷ് പോയി നിൽക്കാറുമില്ല. അത് ശ്രദ്ധിച്ചിട്ടില്ലേ? എല്ലാരും ചേർന്ന് ഒരാളെ ആക്രമിക്കുന്ന സമയത്ത് അനീഷ് മാറിയിരിക്കുന്നതാണ് ഞാൻ അധികവും കണ്ടിട്ടുണ്ട്. അല്ല, അനീഷ് വെല്ലുവിളിച്ചല്ലേ ഇപ്പൊ ഇത്രയും ദിവസമായിട്ട് ഉറങ്ങിയിട്ട് എന്നെ ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ എന്ന്? അത് ശരിയല്ലേ? ഇവന്മാരൊക്കെ സെലിബ്രിറ്റികളാണ്, വലിയ ഇതാണെന്നല്ല മറ്റേ ആനയാന്ന് മാങ്ങാത്തൊലിയാന്നല്ല മറ്റേ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഉറങ്ങുന്നത്. അതിനൊന്നും ബിഗ് ബോസിനൊരു കുഴപ്പമില്ല. നായകർക്ക് നിലണ്ടാടെ വേറെ എന്താ ഉള്ളത്? പക്ഷെ അനീഷിനെ സംബന്ധിച്ചിടത്തോളം അനീഷ് ഇതുവരെ എന്ന് പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല. പണിഷ്മെന്റിന് ശേഷം ഇന്ന് ലേശം നായ ഓർക്കൽ കുറഞ്ഞിട്ടുണ്ട്. അല്ല, എന്തെങ്കിലും നല്ല കട്ടിപ്പണി കൊടുക്കണം. ഒരു ദാക്ഷിണ്യവും കാണിക്കരുത്. അങ്ങനെയുള്ളത് മതി എന്ന് പറയണം. അതാണ് വേണ്ടത്. ഒന്നിക്കലും ഇപ്പൊ ഒരു 10 റൗണ്ട് വെയിലത്തോട്ട് ഓടിക്കണം. അതാ വേണ്ടത്.
അങ്ങനെയൊക്കെയാണ് ഈ പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണവും കൊടുക്കാതെ വെയിലത്തൂടെ ഓടിച്ചിട്ട് അല്ല, ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഈ ബിഗ് ബോസ്. അല്ലാതെ വേറെ നമുക്ക് കാണുമ്പോഴേ നമുക്ക് തന്നെ ഒരു ഒറിജിനലാന്ന് എന്നുള്ളൊരു ഇത് വേണ്ടേ, ഒന്നും അല്ലായിരുന്നു. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഗെയിമും കാര്യങ്ങളൊക്കെ വേറെ എന്തെല്ലോ നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറെയൊക്കെ സ്ക്രിപ്റ്റഡ്, ഇവരെന്തൊക്കെ സ്ക്രിപ്റ്റഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഷോ എങ്ങനെ കൊണ്ടുപോകണം അതിന്റെ ഡയറക്ടർക്ക് ഏകദേശം ഒരു ധാരണ, അതിനനുസരിച്ചിട്ട് മാത്രമേ അവർ കൊണ്ടുപോവുകയുള്ളൂ. കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇടുമ്പോഴും ഇടുകയും ചെയ്യും. അതത്രേ ഉള്ളൂ. പക്ഷെ ആ ബിന്നി എന്താണെന്നറിയാം ശരിക്കും ഇങ്ങനെ പൊളിഞ്ഞു പോകാൻ കാരണം ബിന്നി അതിന്റെ അടുത്ത് ബിന്നി ഒറ്റക്ക് നിന്നിരുന്നെങ്കിൽ ഇതിൽ നല്ല വൃത്തി കഴിച്ചു. ഫാത്തിമക്ക് ഒന്ന് മാറി മാറി നിൽക്കണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഓൾറെഡി പെട്ടുപോയില്ലേ. അപ്പാനിക്കും അതേപോലെ ഞാൻ ഇൻഡിവിജ്വൽ ഗെയിമാണ്, ഞാൻ വില്ലൻ ആയില്ലെങ്കിൽ എനിക്കൊരു ജോക്കർ ആവണ്ട, എന്ത് പുറത്തേത് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായപ്പോഴാണ് ഇതൊക്കെ ചെയ്യണം എന്ന് തോന്നുന്നത്. അത് മറ്റേ ഇവര് വന്ന് പറഞ്ഞല്ലോ ഏകദേശം, അപ്പാനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അപ്പാനിക്ക് ഇത് ഇറങ്ങാനും പറ്റുന്നില്ല, അത് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു. അതുപോലെ റെന ഫാത്തിമ ഇപ്പം കുറച്ച് അടങ്ങിയിട്ടുണ്ട്, കണ്ടില്ല, കുറച്ച് അടങ്ങിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു പ്രശ്നം വെളിയിൽ നടക്കുന്നുണ്ട്, അവർക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ബിന്നിയെ സംബന്ധിച്ചിടത്തോളം തന്നെ ബിന്നി ആ ഗ്യാങ്ങിൽ പെട്ട് ബിന്നി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ എന്താ പറയേണ്ടത് അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാതെ നെഗറ്റീവ് ആകാനുള്ള കാരണം അത് തന്നെയാണ്. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതാണ് വേണ്ടുന്നത്, എന്റെ തീരുമാനം ഇങ്ങനെ. ഇതിപ്പോഴും കഷ്ടപ്പേന്റെ സഹോദരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാ കാരണം എന്നറിയാ, അതായത് അവിടെയും പോയി പറയാ ഇവിടെയും പോയി പറയാ എന്നുള്ള ഒരു സ്വഭാവമായിട്ടാണ് മാറിയിരിക്കുന്നത്. അത് എരികേറ്റ് വിടുന്ന തന്നെയാണ് പിന്നെ മെയിൻ ആയിട്ട് അത് തന്നെ അവിടെ ചെയ്തോണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറയുന്നത്. പക്ഷെ അതൊരു ഇപ്പൊ പിന്നീനാരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ 2 ദിവസമായിട്ട് ഹൈജീന്റെ കാര്യമൊന്നും പറയുന്നില്ലല്ലോ. മറ്റേ എപ്പം നോക്കിക്കഴിഞ്ഞാലും വൃത്തിനെ പറ്റിയിട്ട് പറയുന്ന ബിന്നി ഇന്നലെ മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനഞ്ഞ പടകമായിട്ട് ഇങ്ങനെ. ഇന്ന് ശരിക്കും അനുമോളെ എല്ലാം ഇത് ആ ഒരു ടാസ്ക് ചെയ്യുന്ന സമയത്ത് അനുമോള് മൊത്തം സ്ക്രീൻ സ്പേസ് കൊണ്ടുപോവുകയാണല്ലോ എന്നുള്ള ഒരു ഭാവത്തിൽ ബിന്നി ഭയങ്കര ദുഃഖത്തിലിരിക്കുന്നത്. എല്ലാരും ദുഃഖത്തിലാണ്. കാരണം എന്താ വെച്ചാൽ ഇവരെ ആ കളിയും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഇന്ന് അനുമോള് തന്നെയാണ് നിന്ന് അറിഞ്ഞു നിൽക്കുന്നതെന്ന് അവർക്കെല്ലാം മനസ്സിലായി. പിന്നെ ഈ ടാസ്കിന്റെ കാര്യം കൂടി വന്നപ്പോഴേ, അനുമോളിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, പ്രേക്ഷകർ വന്നപ്പോഴേ എല്ലാവരും കൂടി അവിടെ മരിച്ചു വീണു എന്നുള്ളതാണ്. അങ്ങനെ അവര് ഇതായിപ്പോയി അവിടെ നിന്ന്. അപ്പൊ ഇവരെല്ലാരും കൂടി ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തല്ലേ അനുമോൾക്ക് ഇനി സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ പാടില്ല. ആര്യന്, പിന്നാര, ജിസേല്, ബിന്നി, അക്ബർ ഒക്കെ കൂടി രാത്രിയൊക്കെ ഇരുന്നിട്ട് കട്ട പ്ലാനിങ് ആയിരുന്നു അവിടെ. ഇപ്പൊ ശരിക്കും പറഞ്ഞു ഇവരെല്ലാരും പ്ലാൻ ചെയ്തു അനുമോളെ എങ്ങനെ തകർക്കാം, ഇതല്ലേ പ്ലാൻ. സ്വന്തമായിട്ട് ഒരു ഗെയിമില്ല. അനീഷിനെ എങ്ങനെ ഒതുക്കാം, അനുമോളെ എങ്ങനെ ഒതുക്കാം, ഇതാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. അവസാനം അവരെങ്ങനെ തീരുന്നു നോക്കണ്ടേ. അവരവിടെ തകർക്കാൻ നോക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ശക്തി ആർജിച്ചുകൊണ്ട് വരികയാണ്. ഇനിയിപ്പോൾ അനീഷൊന്നും സംസാരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അനീഷിന്റെ വിദ്യാഭ്യാസവും അനീഷിന്റെ കാര്യവും എല്ലാം ജനങ്ങൾക്ക് മനസ്സിലായി. അയാൾക്ക് സംസാരിക്കേണ്ട ഒരാളവിടെ ഇല്ലാന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. പ്രേക്ഷകർക്ക് അതിലടുത്ത് ആര്യൻ വന്നിട്ട് ജിഷിനെയും മറ്റേ ലക്ഷ്മിനെയും ചേർത്ത് പറയുന്ന കേട്ടിനാ എന്തൊരു ചീപ്പ് ഗെയിം അവനൊക്കെ കഴിക്കുന്ന, അവനൊരു ലവ് ട്രാക്കും മണ്ണം കട്ടി, ഇത് മാത്രമേ പറയാനുള്ളൂ. അവർക്കെല്ലാം പുറത്തൊരു ലൈഫ് ഉണ്ടെന്ന് ഇവരെന്താരും ചിന്തിക്കാത്തത്. അല്ല, ആ ചെങ്ങാതിക്ക് അതേ പറ്റുള്ളൂ. പണ്ട് ഏതൊരു മറ്റേ എന്താ വെച്ചാൽ ഈ ലേഡീസ് ഹോസ്റ്റലിനെങ്ങാറ്റോ ഏതൊരു ആളെ വാച്ച്മാനായിട്ട് നിയമിച്ചു പോലും. അപ്പൊ ആ ചെറുക്കനോട് പറഞ്ഞോളൂ നീ അവിടെ പോയിട്ട് അവിടെ സ്നേഹിച്ച് കളയരുത് എന്ന്. അപ്പൊ ഇവന്റെ വിചാരം ഇവിടെ കിട്ടുന്നതിനെല്ലാം എനിക്ക് സ്നേഹിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണെന്ന്. അതേപോലെയാണ് ഈ ആര്യന്റെ കാര്യം. കുശുമ്പല്ല, ആര്യൻ ഇതിന്റെ അകത്ത് കയറ്റി വിട്ടത് ആരെങ്കിലുമായിട്ടൊന്ന് ഇതാക്കണേ മോനെ എന്ന് പറഞ്ഞിട്ട്. ചോക്ലേറ്റ് ബേബി അല്ലേ, പക്ഷെ ഈടെ എത്തുമ്പോഴേക്ക് ഒരാൾക്ക് ഈ ചോക്ലേറ്റിനെ വേണ്ട എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഒരു സംഭവം തന്നെ. അതായത് ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണമെല്ലാം ആഘോഷിച്ച് നമ്മുടെ നാളത്തെ റിവ്യൂവിനോട് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം, ഹാപ്പി ഓണം.